നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി, 1201 ആണ്ട് കുംഭമാസം 3-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഉത്രാട നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് ഉത്രാടം നക്ഷത്രം. അപ്പോൾ ഉത്രാട നക്ഷത്രം, അപ്പോൾ ശുഭദിനം, ശുഭ നക്ഷത്രം, അതിലുപരി ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്രതങ്ങളിൽ വച്ച് ഏറ്റവും ശക്തിവ്രതമാണ് ശിവരാത്രി വ്രതം. അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമാണ് ഹിന്ദു ആചാരപ്രകാരം ഭഗവാൻ വിശ്രമിക്കുകയും ഭഗവാൻ ഉറങ്ങുകയും ബാക്കിയുള്ളവർ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ദിവസം. അതാണ് ശിവരാത്രി വ്രതമെടുത്താൽ അന്ന് രാത്രി മൊത്തം ഉണർന്നിരിക്കണം. അത്ര പ്രാധാന്യമുള്ള വ്രതമാണ് ശിവരാത്രി വ്രതം. പല ഐതിഹ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ കാളകൂട വിഷം കുടിച്ച് അബോധാവസ്ഥയിലേക്ക് പ്രവേശിച്ച ദിവസമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നതെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അന്ന് ഭഗവാൻ അബോധാവസ്ഥയിലേക്ക് പ്രവേശിച്ചപ്പോൾ ലോകം മുഴുവനും ഉണർന്നിരുന്ന് പ്രാർത്ഥനാനിരതരായിരുന്നു. ലോകത്തിന് നാശം സംഭവിക്കുമോ എന്ന ഭയത്താൽ അങ്ങനെ ഭഗവാൻ ലോകരക്ഷയ്ക്ക് വേണ്ടി കാളകൂട വിഷം ഉപയോഗിച്ചു. അപ്പോൾ ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ഒരു ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി നോക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് ഐശ്വര്യത്തെ കിട്ടുമെന്നാണ് ശിവരാത്രി വ്രതം നോക്കിയാൽ. അപ്പോൾ ശിവരാത്രി വ്രതം കൂടി നോക്കുന്ന ദിവസമാണ്. അപ്പോൾ വ്രതത്തോടു കൂടി നോക്കുക. ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ രാത്രി മൊത്തവും ഉണർന്നിരിക്കുന്ന മാത്രമല്ല, ശിവരാത്രി കഴിഞ്ഞ് രാത്രി ആയാലേ ഉറങ്ങാവൂ. അല്ലാതെ വ്രതം നോക്കി രാത്രി മൊത്തം ഉണർന്നിരുന്നിട്ട് രാവിലെ ആകുമ്പോൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല ശിവരാത്രി വ്രതം. പിറ്റേ ദിവസം ശിവരാത്രി കഴിഞ്ഞ ദിവസം രാത്രി ആയാലേ ഉറങ്ങാവൂ. അതുപോലെ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. അത് മാത്രമല്ല, ശിവരാത്രി വന്നിട്ടുണ്ട്. നല്ല നക്ഷത്രം ഉത്രാട നക്ഷത്രം. കുംഭമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. സന്തോഷപ്രദമായ ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് ഒരു വർഷം നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. സാമ്പത്തിക നേട്ടമായിട്ടും അതുപോലെ ഐശ്വര്യ ഫലങ്ങളായിട്ടും പുരോഗതിക്കായിട്ടും ജോലിയാവട്ടും മറ്റ് പ്രശസ്തിയായിട്ടും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാനാവട്ടെ, എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 4 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5 മണി 2 മിനിറ്റിന് രാവുകാലം തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ 6:30 മണി വരെ രാവുകാലമുണ്ട്. 5 മണി 2 മിനിറ്റ് തൊട്ട് തുടങ്ങി 6 മണിക്ക് തീരൂല, 6:30 തീരുള്ളൂ. അത് രാവുകാലം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങുക. കാരണം ഇന്ന് അവധി ദിവസമാണ്. ഏറ്റവും എനർജിയൊക്കെ സ്വീകരിച്ച് കുടുംബസമേതം ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ദിവസമാണ്. ഇപ്പോൾ രാവുകാല സമയത്ത് കൊണ്ട് ഇറങ്ങി ഉള്ള സ്വസ്ഥത ഇല്ലാതാക്കണ്ട. അതേപോലെ തന്നെ നമുക്ക് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി 2 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 12:39 തൊട്ട് 2:06 വരെ. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:15 തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ്. ഈ സമയം മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. പ്രധാനമായി കളറ് വസ്ത്രം ധരിക്കുമ്പോൾ
റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് സൂര്യൻ്റെ പ്രകാശം നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ അല്ലെങ്കിൽ എനർജി കൂടും, എനർജി സേവിങ് കൂടുതലുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.